ക്രിസ്മസ് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. പക്ഷെ ആദ്യത്തെ ക്രിസ്മസ് അത് അനുഭവിച്ചവർക്ക് അത്ര സന്തോഷമുള്ള അനുഭവമല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ സുവിശേഷമാണ് ക്രിസ്മസ്. ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ ദേശമോ ഭാഷയോ വ്യത്യാസമില്ലാതെ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമെന്ന് മാലാഖമാർ പാടിയ അത്യുന്നതമായ ദൈവത്തിൻ്റെ ശബ്ദം. അകലെ തെളിയുന്ന ഒരു പ്രത്യാശയുടെ പൂമരമാണ് ക്രിസ്മസ്.
സെക്കൻഡിലും ഓരോ നേറ്റിവിറ്റി സീൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പിറക്കാനിടമില്ലാത്ത ഒരു അമ്മയും അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതായ ഒരുപക്ഷെ അയൽപക്കക്കാർ, ഭർത്താവോ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, അങ്ങനെ പലായനം ചെയ്യപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. പക്ഷെ അവിടെ ഇതുപോലെ ഡെക്കറേഷൻ ഇല്ല, പാടിപ്പുകഴ്ത്താൻ ആളുകളില്ല, പക്ഷേ പലായനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നും ക്രിസ്മസ് അന്വർത്ഥമാകുന്നത് അവിടെയൊക്കെയാണ്.
പിറക്കുവാൻ ഇടമില്ലാത്തവൻ്റെ ഉത്സവം. എന്നാണിത് ഇങ്ങനെയൊക്കെ ആയത്? 4-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ ഒരു ആഘോഷം വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. യേശു ജനിച്ചു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ മതം റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കപ്പെട്ട് സൂര്യദേവൻ്റെ ജന്മദിനമായ ഡിസംബർ 25 ഇനി മുതൽ ക്രിസ്മസായി ആഘോഷിക്കണമെന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൽപ്പനയിട്ടതിന് ശേഷമാണ് മതത്തിൻ്റെ പരിവേഷത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. ദൈവാലയങ്ങളൊക്കെ അത്തരത്തിൽ രൂപപ്പെടുത്തിയതും അതിനുശേഷമാണ്. ആ ഒരു പശ്ചാത്തലം നാം മനസ്സിലാക്കുമ്പോൾ നാം ആദ്യത്തെ ക്രിസ്മസിൽ നിന്ന് ഒരുപാട് അകന്നു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. നാം എല്ലാം സത്രമുടമയെ കുറ്റപ്പെടുത്തുന്നവരാണ്. കാരണം പിറക്കാൻ ഇടമില്ലാതെ ചെന്നപ്പോൾ ഇടം നിഷേധിച്ചവനാണ് സത്രമുടമ. ഇരിക്കാൻ സീറ്റില്ലാതെ ഒരാൾ വന്നാൽ അല്പം പോലും ഒതുങ്ങിക്കൊടുക്കാത്ത ആളുകളാണ് സത്രമുടമയെ കുറ്റപ്പെടുത്തുന്നത്. സ്ഥിരമായി നമ്മളിരിക്കുന്ന സീറ്റിൽ മറ്റൊരാൾക്ക് ഇടം കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണ് സത്രമുടമയെ കുറ്റപ്പെടുത്തുന്നത്. ഇടമില്ലാത്തവനാണ് ക്രിസ്തു ഇന്നും എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ധരണിയിൽ അവതരിച്ചു
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. രണ്ട് വാക്യങ്ങളുടെ സമ്മേളനമാണ്. ഒന്ന്, അത്യുന്നതനായ ദൈവത്തിന് മഹത്വം. രണ്ടാമത്, ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. രണ്ട് ഭാഗങ്ങളുടെ സമ്മേളനമാണ്. അതിശ്രേഷ്ഠമായ രണ്ട് സദ്വചനങ്ങളുടെ മൂർത്തിമദ്ഭാവം എന്ന് പറയുമ്പോൾ, അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിനക്ക് സമാധാനം കിട്ടും. കുറച്ചുകൂടെ വ്യക്തമായി പറയുമ്പോൾ, അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിക്ക് ഈ സമാധാനം അനുഭവിക്കാം. അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കുടുംബത്തിൽ സമാധാനം അനുഭവിക്കാം. അത്യുന്നതനായ ദൈവത്തിന് സമാധാനം കൊടുക്കുന്ന കൂട്ടങ്ങളിൽ സമാധാനം അനുഭവിക്കാം. ഇന്ന് സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുവാണ്. സംതൃപ്തിയില്ലായ്മയുടെ ഒരു ലോകത്ത് നാം ജീവിക്കുകയാണ്.
ഈ ക്രിസ്തു ജനിക്കുന്നത് കല്ലടാവിലാണ്. മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരിടത്തും ഇടം കൊടുക്കാതെ വരുമ്പം മൃഗങ്ങൾക്ക് താമസിക്കുവാനുള്ള സ്ഥലമായ പശുത്തൊട്ടിയിൽ അവന് ജാതനാവുകയും പിന്നെയോ തച്ചൻ്റെ മകൻ എന്നുള്ള വെളിയിൽ അവൻ സംതൃപ്തിയോടെ ജീവിക്കുന്നു, തച്ചപ്പണി ചെയ്ത് ജീവിക്കുന്നു. മാത്രമല്ല, തനിക്ക് വാഹനമായി ഏറ്റവും നിന്ദ്യമായ കഴുതയുടെ പുറത്ത് കയറുവാൻ തയ്യാറായ ക്രിസ്തു സംതൃപ്തിയുടെ പ്രതീകമാണ്. ലഭ്യമായ അവസ്ഥയിൽ സംതൃപ്തി കണ്ടെത്തുക എന്നുള്ളത് അത് ദൈവികമായ ഭാവമാണ്. നമ്മുടെ ഉള്ള അവസ്ഥയിൽ അലംഭാവം കൂടാതെ സംതൃപ്തിയോടെ ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവികമായ ഭാവമാണ്. സ്വയം കണ്ടെത്തലിൻ്റെയും പരിവർത്തനത്തിൻ്റെയും നാളുകളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്.
അത് ഒരു ദിവസമോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചകളോ മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ പെരുന്നാളാണ്. ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ആഘോഷത്തിൻ്റെതാണ്. അതിന് അതിർവരമ്പുകളില്ല. ലോകം മുഴുവനും ഒരുപോലെ ഒരേ ചിത്തരായി അത് ആഘോഷിക്കപ്പെടുകയാണ്. അത് സ്വയം കണ്ടെത്തലിൻ്റെ നാളുകളാണ്. ൊരു കൊമ്പന്റെ മാളിക തുമ്പായി ലഭിച്ചുമില്ല, ഓ തുമ്പായി ലഭിച്ചുമില്ല. ഇമ്പന്തികഞ്ഞൊരു കൊമ്പന്റെ മാളിക തുമ്പായി ലഭിച്ചുമില്ല, ഓ തുമ്പായി ലഭിച്ചുമില്ല. ലോകത്തിനധിപതിക്ക് ൊരു കൊമ്പന്റെ മാളിക തുമ്പായി ലഭിച്ചുമില്ല, ഓ തുമ്പായി ലഭിച്ചുമില്ല. ഇമ്പന്തികഞ്ഞൊരു കൊമ്പന്റെ മാളിക തുമ്പായി ലഭിച്ചുമില്ല, ഓ തുമ്പായി ലഭിച്ചുമില്ല. ഉമേടയില്ല ലോകത്തിനധിപതിക്ക് യേശുക്രിസ്തുവിന്റെ ജനനം അതാര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് ലോകത്തിന്റെ ചരിത്രത്തെ രണ്ടായി വിഭജിച്ചു വെച്ചു. അതിന് വേറെ ഡെഫിനിഷനൊക്കെ കണ്ടെത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് എന്തെല്ലാം കണ്ടെത്തിയാലും അത് ലോക ചരിത്രത്തെ രണ്ടായി വിഭജിച്ചു. സകല മനുഷ്യർക്കും, സർവ്വജനത്തിനും എന്ന് പറയുമ്പം അന്നുണ്ടായിരുന്നതും ഉണ്ടാകുവാനുള്ളതും ഇനി ഉണ്ടാകേണ്ടതുമായ സർവ്വജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷം. ഗലീലയിലെ നസ്രയത്തിൽ മറിയ എന്നൊരു യുവതി ഉണ്ടായിരുന്നു. ബെത്ലഹേമിൽ ജോസഫ് എന്നൊരു നീതിമാനായ മനുഷ്യനുണ്ടായിരുന്നു. ഇവർ തമ്മിൽ വിവാഹം നിശ്ചയിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ദൈവം ഗബ്രിയേൽ ദൂതനെ മറിയയുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ദൂതൻ, കൃപ ലഭിച്ച വിളി നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്. ഇത് കേട്ടപ്പോൾ മറിയ ഭ്രമിച്ചു. പേടിച്ച് അരണ്ട മറിയോട് ദൂതൻ വീണ്ടും പറയുന്നു, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. നീതിമാനായ ജോസഫ് ഇത് കേട്ട് ഉള്ളം തകർന്നുപോയി. തൻ്റെ ഭാര്യ
വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായതുകൊണ്ട് രഹസ്യമായി അവളെ ഉപേക്ഷിക്കാമെന്ന് ജോസഫ് വിചാരിക്കുകയാണ്. അങ്ങനെ ജോസഫ് കിടന്നുറങ്ങി. ദൂതൻ ജോസഫിനും പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായ പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അങ്ങനെ അവരുടെ വെഡിങ് നടന്ന ഒപ്പച്ച. അങ്ങനെ ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ ജോസഫ് മറിയെ ചേർത്തുകൊണ്ടു. പെട്ടെന്ന് അന്ന് റോമ ഗവൺമെൻറ്റിൻ്റെ ഒരാജ്ഞ പുറപ്പെടുവിച്ചു. കൈസർ പുറപ്പെടുവിച്ച ആജ്ഞ ഇപ്രകാരമായിരുന്നു: എല്ലാവരും പേർവഴി ചേർത്തണമെങ്കിൽ അവരവരുടെ പട്ടണങ്ങളിൽ, വീടുകളിൽ, നാട്ടിലേക്ക് പോകണം എന്നൊരാജ്ഞ പുറപ്പെടുവിച്ചു. ജോസഫ് ദാവീദിൻ്റെ സ്ഥലമായ ബേത്ലഹേമിൽ ഉള്ളവനാകൊണ്ട് തൻ്റെ ഭാര്യയായ മറിയയെയും കൂട്ടി ചേർത്തപ്പെടേണ്ടതിന് ബേത്ലഹേമിലേക്ക് പോയി. അവർക്ക് അവിടെ സ്ഥലം കിട്ടാതെ അവർ വിഷമിച്ചു. ജോസഫിന് താമസിക്കുവാൻ സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല. ഓരോ സത്രക്കാരൻ്റെ അടുത്ത് ചെന്നും ജോസഫ് കേണപേക്ഷിച്ചു, ഞങ്ങൾക്ക് ഒരു രാത്രി പാർക്കുവാൻ ഒരിടം തരണം. നിരാശയായിരുന്നു ഫലം. പിന്നീട് അവസാനം ദയാലുവായ ഒരു സത്രക്കാരൻ പറഞ്ഞു, ഇല്ല, ഇവിടെ മുറിയില്ല, പക്ഷേ കാലിത്തൊഴുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ മറിയ ശിശുവുമായി ആ കാലിത്തൊഴുത്തിൽ പുൽത്തൊട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു നക്ഷത്രം ആകാശത്ത് ഉദിച്ചു. പെട്ടെന്ന് വെളിമ്പ്രദേശത്ത് പാർത്തുകൊണ്ടിരുന്ന, ആടിനെ കാവൽ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് ദൈവദൂതൻ പ്രത്യക്ഷനായി. ഇപ്രകാരം ദൂതൻ ആട്ടിടയരോട് പറഞ്ഞു: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ഈ നക്ഷത്രം കണ്ടുകൊണ്ട് വിദ്വാൻമാർ പൊന്ന്, കുന്തുരുക്കം, മൂര് എന്നിവയുമായി യേശു കുഞ്ഞിനെ കാണുവാൻ നക്ഷത്രം ലാക്കാക്കി അവർ ബേത്ലഹേമിലേക്ക് എത്തി. പൊന്ന് അവർ യേശു കുഞ്ഞിനെ കാഴ്ചവെച്ചു. മൂര്, കുന്തുരുക്കം എന്നിവ കാഴ്ചവെച്ച് അവർ സന്തോഷമായി യേശു കുഞ്ഞിനെ ഒന്നിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ഗാനം ഇപ്രകാരം കേൾക്കുകയുണ്ടായി: ലോകത്തിനധിപതിക്ക് കർത്താവികർത്തൻ രാജാതിരാജൻ തൊട്ടിയിൽ പിറന്നു. കർത്താവികർത്തൻ രാജാതിരാജൻ തൊട്ടിയിൽ പിറന്നു. കർത്താവികർത്തന് സ്വത്തൊന്നും വേണ്ട, പുൽത്തൊട്ടിയതുമധികം. കർത്താവികർത്തന്
തികഞ്ഞൊരു കൊമ്പന്റെ മാളിക തുമ്പായിലെ